ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ലില്ലിപ്പൂക്കളെ പറ്റിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ലില്ലിപ്പൂക്കളും അതുപോലെ റെയിൻ ലില്ലി അതിൻ്റെയൊക്കെ പറ്റിയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലില്ലി എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് മെയ് മാസപ്പൂ എന്നാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലേക്ക് എന്ത് പേരിൽ അറിയപ്പെടുന്നതെന്ന് കമൻസിലൂടെ അറിയിക്കണേ. ഈ ലില്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കെയറിംഗ് ഒന്നും അത്യാവശ്യമൊന്നുമില്ലാത്തൊരു നല്ലൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അതായത് ഇതിന് വിൻ്റർ സീസണിലൊക്കെ ഇതിൻ്റെ റെസ്റ്റിംഗ് ടൈമാണ് കേട്ടോ. ഏകദേശം ഒരു മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇതിൽ നിന്ന് പുതിയ മുട്ട ആദ്യം തന്നെ വരും, പിന്നെ ലീഫുകൾ വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ നിറച്ച് പൂക്കളായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ആ റെയിനി സീസൺ ആകുമ്പോഴത്തേനും നല്ലോണം പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ ഒരു ഇനം. അതുപോലെ ലില്ലിയുടെ ഇനത്തിൽപ്പെട്ട മിക്ക ചെടികളും അങ്ങനെ തന്നെയാണ്. റെയിനി സീസണിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. അപ്പം ഈ സീസണൽ പ്ലാന്റ് ആണല്ലോ ഇത്. നമ്മുടെ റെയിൻ ലില്ലി എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും റെയിൻ സീസണിൽ തന്നെയാണ് പൂക്കളുണ്ടാവുന്നത്. ഈ ഒരു ഇനം എന്ന് പറഞ്ഞാൽ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേനും തുടങ്ങും പൂക്കളുണ്ടാവില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള വേറെ പല ഇനങ്ങളുണ്ട്, അതും നമുക്ക് കാണാം കേട്ടോ. ഇത് പെട്ടെന്ന് നമ്മുടെ മണ്ണിലൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ, പെട്ടെന്ന് നമ്മുടെ മണ്ണിൽ വളരുന്ന ഒരു ഇനം തന്നെയാണ് ഈ ഒരു ലില്ലി ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ ലില്ലി എന്നറിയപ്പെടുന്നതും നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന ഒരു ഇനം തന്നെയാണ്. ഈ ഒരു പൂവാണ് കേട്ടോ ഫുട്ബോൾ ലില്ലി എന്നറിയപ്പെടുന്നതും. ഇതും നമ്മുടെ നാട്ടിലൊക്കെ പിടിക്കുന്ന ഇനം തന്നെയാണ് കേട്ടോ. അത് നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേരാണ് വൈറ്റ് ലില്ലി എന്നറിയപ്പെടുന്നത്. ഇതും നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന ഇനം തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് റെയിൻ ലില്ലി കേട്ടോ. ഇതിൽ ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള ലില്ലിപ്പൂക്കളാണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ പൂക്കളും നല്ല ക്യൂട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് നല്ല ഒരു നേരിയ ലീഫായിരിക്കും കേട്ടോ. ലെങ്ത്ത് കുറഞ്ഞിട്ട് നേരിയ ലീഫുകളായിരിക്കും ഈ റെയിൻ ലില്ലിയുടെ ലീഫുകളൊക്കെ. ഈ റെയിൻ ലില്ലിയുടെ കൂടെ കാണുന്നത് അതിൻ്റെ സീഡാണ് കേട്ടോ. ഒരു 3 സീഡ് ഉണ്ടാകും ഈ ഒരു സ്റ്റെമ്മുമ്പോൾ തന്നെ കേട്ടോ. സീഡ് വഴിയും നമുക്ക് റെയിൻ ലില്ലിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ കിഴങ്ങ് വഴിയും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ പ്ലാന്റ് വിത്ത് റൂട്ടാണെങ്കിലും നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ പോട്ടിൽ കാണുന്നത് വൈറ്റും ലൈറ്റ് പിങ്കും അതുപോലെ യെല്ലോ കളറും കൂടിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. വൈറ്റിൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി സ്പീഡിൽ നമുക്ക് പ്ലാന്റ്സ് തൈകൾ കുറച്ച് കൂടുതൽ സ്പീഡിൽ വരുന്നത് വൈറ്റിൻ്റെയും ഡാർക്ക് പിങ്കിൻ്റെയും ആണ് കേട്ടോ. യെല്ലോയ്ക്കൊക്കെ ഇത്തിരി സ്പീഡ് കുറവാണ് പ്ലാന്റ്സിൻ്റെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പോട്ടി മിക്സ് എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കാത്ത വിധത്തിലുള്ള പോട്ടി മിക്സ് നമ്മൾ റെഡിയാക്കണം കേട്ടോ. പ്ലാന്റിൻ്റെ അതുപോലെ പോട്ടിൻ്റെ ഹോളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. വെള്ളം കെട്ടിക്കിടക്കാതെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിൻ്റെ വേരും കിഴങ്ങൊക്കെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്ലാന്റ് മൊത്തത്തിൽ ഡാമേജ് ആയി പോകും കേട്ടോ. പിന്നെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ ഇതിൽ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ NPK ഒക്കെ വെച്ച് കൊടുത്താൽ പ്ലാന്റിൻ്റെ ഹെൽത്തിന് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇതിന് സീസൺ പ്ലാന്റാണല്ലോ, റെയിനി സീസണിലാണ് കൂടുതലും ഫ്ലവേഴ്സ് ഉണ്ടാവണമെങ്കിൽ തന്നെയും മഴയില്ലാത്ത സീസണിൽ ഇടയ്ക്കൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പം NPK ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത ടൈമിലും മഴയില്ലാത്ത ടൈമിലും നമുക്ക് പൂക്കൾ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്ത് കൊടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ റെയിലിൽ തന്നെ ഒരുപാട് കളേഴ്സ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ പുല്ലാണ് കേട്ടോ. ഞാൻ എൻ്റെ പോട്ടിൽ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചത് ഒരുപാട് തൈക്കളുണ്ടായിരുന്നു. പക്ഷേ ഇത് വേസ്റ്റ് പുല്ലാണ് കേട്ടോ. ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും അതായത് ഇതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ ഈർക്കിലിയുടെ ഒക്കെ പോലെ ഇരിക്കുകയും ചെയ്യും. കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ പറിച്ച് മാറ്റുകയും ചെയ്യേണ്ടത് കേട്ടോ. ഇതിൻ്റെ വേരുകൾ എന്ന് പറഞ്ഞാൽ അടിയിലോട്ട് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ റെയിൻ ലില്ലിക്ക് ഡാമേജ് വരാത്ത രീതിയിൽ അതിനൊക്കെ പറിച്ച് മാറ്റണം കേട്ടോ. അതൊക്കെ കണ്ട ഇത്തിരി നന്നായി. റെയിൻ ലില്ലിയുടെ ലീഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പരന്ന ലീഫുകളായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഈർക്കിലി പോലെ തന്നെ നീണ്ടിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. പോട്ട് നിറച്ച് പ്ലാന്റ് നിൽക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി വരുന്നത് കേട്ടോ. ഇതുപോലെ അങ്ങനെ നിറഞ്ഞ് തൈകൾ വരണം. ഇതിപ്പോൾ പിങ്ക് റെയിൻ ലില്ലിയാണ് കേട്ടോ. ഇത് മഴയൊക്കെ വന്നപ്പോൾ പുല്ലൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതുപോലെ നിറഞ്ഞ് നിന്ന് കഴിയുമ്പോൾ പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിങ്കിൻ്റെ ലീഫിന് അധികം ലെങ്ത്ത് കുറവാണ് കേട്ടോ. അപ്പം ഇത് കണ്ട, അപ്പം അതിൽ നിന്ന് പറിച്ച് മാറ്റിയ ആ വേസ്റ്റ് പുല്ലാണ് കേട്ടോ. ഇതുപോലെ ഇരിക്കുക കണ്ട, നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് തോന്നുന്നു. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് പീസ് ലില്ലി എന്നാണ് കേട്ടോ. പീസ് ലില്ലി ഇപ്പം നമ്മുടെ ക്ലൈമറ്റിനൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ ഒരു നല്ല പ്ലാന്റിനാണ് കേട്ടോ പീസ് ലില്ലി.
എപ്പോഴും ഒരേ ഒരു മൂഡ് നൽകണ ഒരു പ്ലാന്റിന്. പിന്നെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെയിലൊന്നും കൊള്ളാതെ ഷെയ്ഡിൽ വെക്കണതായിരിക്കും നല്ലത്. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ചെടി തന്നെയാണ് പീസ് ലില്ലി ഇടുക. അതിൽ പെട്ടെന്ന് നന്നായിട്ട് പൂക്കളുണ്ടാവണത് ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള ലീഫിനുണ്ട്. പരന്നിട്ട് ഓവൽ ഷേപ്പിലുള്ള ലീഫിനാണ്. ഇത്തിരി അത്യാവശ്യം നീണ്ട ഒരു ലീഫുണ്ടല്ലോ, അത് അങ്ങനെയുള്ള ഇനത്തിൽ പൂക്കൾ കുറവായിരിക്കുള്ളൂ. എന്ന് കൂടുതൽ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കണതാണ് കേട്ടോ. ഇൻഡോറിൽ നമ്മൾ വാട്ടറിലൊക്കെ സെറ്റ് ചെയ്യില്ല, ടേബിൾ ടോപ്പിലൊക്കെ, അങ്ങനെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റിനാണ്. ഈ ലീഫുകൾ കണ്ട ഇതിൻ്റെ വ്യത്യാസം കണ്ട, ഇതിൽ പൂക്കൾ കുറവായിരിക്കും. ഈ ഇനമാണ് കേട്ടോ ഇൻഡോർ വെക്കണത്. അതേസമയത്ത് ഇതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചർ കണ്ട ഈ ഒരു ഷേപ്പിലുള്ളതിൽ എപ്പോഴും നല്ലോണം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഇൻഡോർ വേണമെങ്കിലും വെക്കാം, ഔട്ട്ഡോർ വേണമെങ്കിലും വെക്കാം കേട്ടോ. അധികം കെയറിങ് ഒന്നും വേണ്ടാത്ത നല്ലൊരു പ്ലാന്റ് തന്നെയാണ് പീസ് ലില്ലി കേട്ടോ. അതിൽ നമുക്ക് ഇതിൻ്റെ വേരിൽ നിന്നാണ് തൈക്കൾ പൊട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തൈക്കൾ പിടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല വെയിൽ പാടില്ല, ഒരു ഷെയ്ഡ് ഉള്ള ഏരിയയിലാണ് വെക്കേണ്ടത് കേട്ടോ. വെയിൽ കൊള്ളുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ബേണായിട്ട് പോവുകയും ചെയ്യും, ഫ്ലവറിങ്ങൊക്കെ ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്യും, പ്ലാന്റ് മൊത്തത്തിൽ അങ്ങനെ ഡാമേജ് ആയി പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇത് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഡോറൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടുതൽ പേർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം, കമൻസിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ അസ്സലാമു അലൈക്കും.